പോലീസുകാരോടാണ് പറയാനുള്ളത്. എടോ പോലീസ്, നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളെ സംരക്ഷിക്കാനല്ല. നിന്റെ അപ്പനും മോനും ഒക്കെ നാളെ തെരുവിലിറങ്ങുമ്പോൾ അവരെ പോലീസ് കാക്കിയിട്ട തെമ്മാടികൾ, നിങ്ങളാവണമെന്നില്ല, കാക്കിയിട്ട തെമ്മാടികൾ ഇതുപോലെ ഏതെങ്കിലും കേസിൽ പെടുത്തി അകത്ത് കൊണ്ടുപോയി മർദ്ദിക്കുമ്പോൾ അവർക്ക് കൂടി വേണ്ടിയുള്ള ശബ്ദമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത്. എന്താണ് കേരളത്തിലെ പോലീസ് 9 വർഷമായിട്ട് നിങ്ങളെടുത്ത് പരിശോധിക്കണം. മാങ്ങ മുതൽ മാല വരെ മോഷ്ടിക്കുന്ന നേതാക്കൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാര്. കേരളത്തിലെ പോലീസ് ആരാ? മാങ്ങ മോഷ്ടിക്കുന്നവർ. നിങ്ങൾക്ക് മാങ്ങ മോഷ്ടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരായി നിങ്ങൾ മാറുന്നു. പാവം വീട്ടമ്മമാരുടെ പരാതി പറയാൻ വരുന്ന വീട്ടമ്മമാരുടെ മാല മോഷ്ടിക്കുന്നവരായി നിങ്ങൾ മാറുന്നു. പരാതി പറയാൻ വരുന്ന ഒരമ്മ സ്വന്തം അമ്മ മകനെ ഗുണ്ടകൾ പിടിച്ചു കൊണ്ടുപോയി മർദ്ദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ നോക്കി നിൽക്കുമ്പോൾ ഒരു നടപടിയും എടുക്കാതെ കോട്ടയത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ആ മകനെ വെട്ടി തുണ്ടമായി കൊണ്ടുവന്നിട്ട് ഗുണ്ടകളുടെ മുമ്പിൽ ഒച്ചാഞ്ചു നിൽക്കുന്ന ഗുണ്ടകളെക്കാൾ ക്രിമിനലുകളായ ആളുകളാണ് കേരളത്തിലെ പോലീസ്. അവരാണെന്ന് പിണറായി നേതൃത്വം നൽകുന്ന പോലീസ് എന്ന് ഞങ്ങൾക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയുന്നു, ഇത് ഒരു സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് വേണ്ടിയുള്ള സമരമല്ല. ഇതൊരു സ്ഥാപനത്തിന്റെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമല്ല. ഇത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകനെ മർദ്ദിച്ചതിൽ മാത്രമുള്ള സമരമല്ല. ഈ നാട്ടിലെ ഓരോ പൗരന്മാർക്കും ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി, അവന്റെ പൗരാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം സമരത്തിന് ഞങ്ങൾ നേതൃത്വം നൽകുന്നത്. ഞങ്ങൾക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ഈ സമരം ഇന്നുകൊണ്ട് അവസാനിക്കില്ല. ഇത്തരത്തിൽ ക്രിമിനലുകളായ ഉദ്യോഗസ്ഥന്മാര് കേരള പോലീസിനകത്തു നിന്നും സർവീസിൽ നിന്നും പുറത്തു പോകുന്നത് വരെ നിങ്ങളുടെ യൂണിഫോം അഴിച്ച് തെരുവിൽ തേക്കിൻകാട് മൈതാനത്തിനകത്ത് വെച്ച് നിങ്ങളെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദിവസം വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഈ സമരത്തിൽ ഞങ്ങൾക്ക് വിളിക്കാനുള്ളത്. നിങ്ങളൊക്കെ ന്യൂമാനല്ല, ഏത് പൂമാനായാലും ഏത് പുന്നാരമോനായാലും ഓർത്ത് കളിച്ചോ. കേരളത്തിലെ പോലീസിന് പുതിയ ചെറുപ്പക്കാർക്ക് യൂണിഫോം ഇട്ട് കഴിയുമ്പോൾ ഒരു അഹങ്കാരമുണ്ട്. അവിടെ തലപ്പത്തിരിക്കുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ക്രിമിനല്, വാടിക്കൽ രാമകൃഷ്ണനെ വെട്ടിക്കൊലപ്പെടുത്തിയ കൊലക്കേസിലെ 3ാം പ്രതിയായ പിണറായി വിജയനാണ് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന തണ്ടാണ് നിങ്ങൾക്കെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരിച്ചറിഞ്ഞു. 6 മാസമേ അതിന് കാലാവധിയുള്ളൂ. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അധികാരത്തിൽ വന്നാൽ നിങ്ങളെയൊക്കെ തെരഞ്ഞു പിടിച്ച് സർവീസിൽ നിന്നും ഡിസ്മിസ് ചെയ്യുന്ന കാര്യത്തിലേക്ക് കോൺഗ്രസ് കടന്നു പോകുമെന്ന് കൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ മർദ്ദിക്കുന്ന